പെരിന്തൽമണ്ണ നഗരത്തിൽ വൻ തീപിടുത്തം. ടാലന്റ് ബുക്ക് ഹൗസിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പെരിന്തൽമണ്ണ, മലപ്പുറം അഗ്നിരക്ഷാസേനയും ട്രോമ കെയർ വോളണ്ടിയർമാർ, സിവിൽ ഡിഫൻസ് ഫോഴ്സ് എന്നിവർ ചേർന്ന് തീയണച്ചു. പെരിന്തൽമണ്ണ നഗരത്തിൽ ഊട്ടി റോഡിൽ മൗലാന ആശുപത്രിക്ക് സമീപത്തുള്ള ടാലന്റ് ബുക്ക് ഹൗസിലാണ് തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തീ പടർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പത്രവിതരണക്കാരൻ എത്തിയപ്പോൾ സ്ഥാപനത്തിനകത്ത് തീ കത്തുന്നതായി കാണുകയായിരുന്നു. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയെത്തി തീയണക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വ്യാപാരികളും ട്രോമ കെയർ വളണ്ടിയർമാരും സിവിൽ ഡിഫൻസ് ഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. മലപ്പുറത്ത് നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി സംഭവ സ്ഥലത്തെത്തി. മൗലാന ആശുപത്രിയിലെ വെള്ളം നിറച്ചെത്തിയ വാഹന ടാങ്കും തീയണയ്ക്കാൻ ഉപയോഗപ്പെടുത്തി. കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരാതെ രാവിലെ 6:30 മണിയോടെ തീ അണയ്ക്കാനായി. മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രിച്ചു. സ്ഥാപനത്തിനകത്തെ പുസ്തകങ്ങളും പഠന ഉപകരണങ്ങളും സ്റ്റേഷനറി സാധനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ടാലന്റ് ബുക്ക് ഹൗസ് ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്ക് തീപിടുത്തമുണ്ടായത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും സ്കൂൾ സീസണായിട്ടൊക്കെ തന്നെ വലിയ സ്റ്റോക്കുകൾ ശേഖരിച്ച് അതിനുള്ള ഒരുക്കത്തിലായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ അഗ്നിക്കിരയായി. അതിന് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നേ ഉള്ളൂ. വലിയൊരു നഷ്ടം തന്നെയാണ് ഈ സ്ഥാപനത്തിലുണ്ടായിട്ടുള്ളത്. ഏതായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളും സന്നദ്ധ പ്രവർത്തകർ കൂടി തീ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മൗലാന ഹോസ്പിറ്റലിൻ്റെ സഹകരണം വളരെയേറെ പ്രശംസനീയമാണ്. അതിന് വേണ്ട എല്ലാ വെള്ളവും സൗകര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ കൂടുതൽ യൂണിറ്റുകളും ആധുനിക രീതിയിലുള്ള സാധന സംവിധാനങ്ങളും ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറത്ത് കൂടുതൽ ഫയർഫോഴ്സ് വന്നതുകൊണ്ടാണ് ഈ പെട്ടെന്ന് അണക്കാൻ കഴിഞ്ഞത്. പെരിന്തൽമണ്ണ യൂണിറ്റിന് വേണ്ട സജ്ജീകരണങ്ങൾ ഗവൺമെൻറ് വിപുലപ്പെടുത്തി പുതിയ യൂണിറ്റുകൾ കൂടി പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനെ അനുവദിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ടാലന്റ് ബുക്ക് ഹൗസ് നവീകരിച്ച് വിപുലീകരിച്ചിരുന്നു. തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ആളപായം സംഭവിച്ചിട്ടില്ല. അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഇതിന്റെ ഭാഗമായുള്ള പ്രസ്സിലേക്ക് അഗ്നിബാധ ഏറ്റിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് മൂലമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.